ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് മൂലിക പരാത്തയാണ് കേട്ടോ. മൂലി എന്ന് പറയുന്നത് മുള്ളങ്കി അല്ലെങ്കിൽ റാഡിഷ് എന്ന് പറയുന്ന ഒരു പച്ചക്കറിയാണ്. നമുക്ക് ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്തതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. 3 റാഡിഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 സവോളയും കൂടെ റെഡിയാക്കി വെക്കുക. ഇനി നമുക്കൊന്ന് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഫുഡ് പ്രോസസ്സറിലായതുകൊണ്ട് രണ്ടും കൂടി ഒന്നിച്ചിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ലേശം ഉപ്പ് വിതറി ഒന്ന് ഞെരടി മാറ്റി വെച്ചേക്കുക. ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ വെള്ളം വിട്ട് വരും കേട്ടോ. വെള്ളം ഇടുന്നത് നമ്മൾ ഇത് ഫില്ല് ചെയ്ത് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയായിട്ടാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് റെഡിയാക്കി വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു തുണിയിലേക്ക് ഈ റാഡിഷും സവോളയും ചേർന്ന മിക്സർ നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ സ്ക്വീസ് ചെയ്തെടുക്കണം കേട്ടോ. കൈ കൊണ്ട് സ്ക്വീസ് ചെയ്യുന്നതിനേക്കാളും വെള്ളം പോയി കിട്ടും തുണിയിലൂടെ സ്ക്വീസ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും. എന്നിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നേരത്തെ കൊത്തിയരിഞ്ഞ് വെച്ച ഇഞ്ചിയും പച്ചമുളകും അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല ഞാനിവിടെ MDHൻ്റെ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഇതിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല. ചപ്പാത്തിയുടെ മാവ് ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് കുഴച്ച് വെച്ചാണ്. അതുകൊണ്ട് തന്നെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാളും ഇരട്ടി മാവ് വേണം എടുക്കാനായിട്ട്. ഇത് നമുക്ക് സൈഡ് മാത്രം ഒന്ന് പരത്തിയെടുക്കുക. നടുഭാഗം കുറച്ച് കട്ടിയായിട്ട് തന്നെ വേണം. ഇതുപോലെ പരത്തി കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ കൈ കൊണ്ട് പരത്തിയാലും മതിയായിരിക്കും. പക്ഷേ അത്ര ശീലമില്ലാത്തവർക്ക് ഇതുപോലെ ചെയ്താൽ മതി. എന്നിട്ട് നമ്മളുടെ ഫില്ലിങ് ഒരു ഉരുളയാക്കി എടുത്തിട്ട് ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് സൈഡെല്ലാം ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് ബാക്കി വരുന്ന മാവ്, എക്സസ് മാവുണ്ടല്ലോ, അത് നമുക്ക് പിച്ചി എടുത്തിട്ട് പിന്നെ അടുത്ത ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഏകദേശം ഇതുപോലെ കേട്ടോ. ഇനി ഇതിൻ്റെ ഭാഗം ഒന്ന് പൊട്ടിപ്പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. എന്നിട്ട് നമുക്ക് സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ തന്നെ പരത്തി കൊടുക്കുക. ഒരുപാട് ബലം പ്രയോഗിക്കാതെ വേണം പരത്താനായിട്ട്. അപ്പോൾ ഞാൻ കണ്ടില്ലേ പരത്തുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വലിപ്പമാകുമ്പോഴത്തേക്കും നമുക്ക് ചൂടായ തവയിലേക്ക് ഇട്ട് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ നോർത്ത് ഇന്ത്യൻസ് എല്ലാം എന്താ പറയുക, ഗീ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കൽ. നമുക്ക് അത്ര ഇത് വേണ്ട. ഞാനിവിടെ സാധാരണ ഓയിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലാസ്റ്റ് നമുക്ക് ബട്ടറും കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ 2 സൈഡും ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ബട്ടർ വെച്ചിട്ട് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസൊക്കെ തൈരും അച്ചാറും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റാഡിഷ് പൊറോട്ടയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്.